السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على المبعوث رحمة للعالمين نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أليس الله بكاف عبده ويخففونك بالذين من دونه ومن يضلل الله فما له من هاد. ബഹുമാനമുള്ള ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ വിശുദ്ധമായ റമദാനിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസിക്ക് അഭയം അള്ളാഹുവിൽ മാത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഹ്രസ്വമായ രീതിയിൽ ഒരു ചെറുഭാഷണം ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ലോകത്തുള്ള സർവ മനുഷ്യരും പലതിനെയും ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. മനുഷ്യൻ പരാശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ജീവിയാണ്. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും കാര്യങ്ങളുടെ പ്ലാനിങ് കൊണ്ടും അള്ളാഹു മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കിയിട്ടുണ്ടെങ്കിലും മനുഷ്യനേക്കാൾ കഴിവുള്ള ധാരാളം ജീവികൾ പല മേഖലകളിലും അവരുടെ വൈദഗ്ധ്യം തെളിയിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ ലോകത്ത് ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായി പാടാൻ കഴിയുന്ന കുയിലും അതിമനോഹരമായ രീതിയിൽ നൃത്തം ചെയ്യാൻ സാധിക്കുന്ന മയിലും വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന ആനയും ഒരു നേരം 30 കിലോ വരെ മാംസം ഭക്ഷിക്കുന്ന ചീറ്റപ്പുലിയും അതിനേക്കാളെല്ലാം ഉപരി വളരെ ഉത്സാഹത്തോടു കൂടെ ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി നിത്യമായി പരിപൂർണമായി ചെയ്തു തീർക്കുന്ന ഉറുമ്പുകൾ പോലും പലപ്പോഴും മനുഷ്യനേക്കാളും മുൻപന്തിയിൽ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആയതായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ബലഹീനതയും മനുഷ്യന്റെ പോരായ്മയും മനുഷ്യർ തന്നെ തിരിച്ചറിയണം എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, ആപൽഘട്ടങ്ങൾ വരാം, ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞ് വന്നേക്കാം. സന്തോഷദായകമായ അനുഭവങ്ങൾ മാത്രമായിരിക്കില്ലല്ലോ ജീവിതം. ദുഃഖപൂർണമായ ധാരാളം അനുഭവങ്ങൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളാണ് നമ്മളെല്ലാം. ഈ സമയത്തെല്ലാം മനുഷ്യന് മറ്റൊരാളുടെ ആശ്രയമില്ലാതെ അവൻ്റെ കാര്യങ്ങൾ ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴും അവൻ്റെ ദുഃഖഭാരങ്ങൾ ഇറക്കി വെക്കുമ്പോഴും അവൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് മനസ്സ് പരിപൂർണമായി ഒഴിഞ്ഞ് കിട്ടാനും വേണ്ടി മനുഷ്യർ ആഗ്രഹിക്കുക മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. അജബൽ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതം കൂറുകയാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ സർവ്വകാര്യങ്ങളും അവന് നന്മയായി ഭവിക്കുകയാണ്. അവന് വല്ല നന്മകളും ഉണ്ടാകുമ്പോൾ, സന്തോഷദായകമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറായി മാറുകയാണ്. വഇന്ന സ്വാബത്തുഹു ലറ, ദുഃഖകരമായ പ്രയാസകരമായ വല്ല കാര്യവും നേരിടുന്ന സമയത്ത് സ്വബറ, അവൻ ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറായി മാറുകയാണ്. ഇതൊരു മുഅ്മിനായ മനുഷ്യനല്ലാതെ മറ്റാർക്കും അനുഭവിക്കാൻ കഴിയാത്ത ഒരു മാനസികമായ ബോധ്യമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? നമ്മുടെ എല്ലാ ദുഃഖഭാരങ്ങളും പറയാനും അത് കേൾക്കാനും അതിന് പരിഹാരം നൽകാനും ലോകത്ത് ഒരേ ഒരു ശക്തിക്ക് മാത്രമേ സാധിക്കൂ, അത് റബ്ബ് തആല മാത്രമാണ്. നമുക്ക് സന്തോഷദായകമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ
മനസ്സിന് ആനന്ദകരമായ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ കാര്യങ്ങൾ തന്നതും റബ്ബാണ് എന്ന ബോധ്യം നമുക്ക് വരികയും ആ കിട്ടിയ അനുഗ്രഹത്തിന്റെ പകരമായി റബ്ബിനെ നമ്മൾ ശുക്ർ ചെയ്യുകയും ചെയ്യണം എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മ, അവര് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അവർക്കൊരു കത്തെഴുതുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹുവിന് മുആവിയ റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്. എന്താണ് മുആവിയ റളിയല്ലാഹു അൻഹു കത്തെഴുതുന്നത്? എനിക്ക് വസിയത്ത് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ഒരു സാരോപദേശം നിങ്ങൾ എഴുതി അയക്കണം. ആയിഷ റളിയല്ലാഹു അൻഹു കൂടുതലൊന്നും ആലോചിക്കാതെ അവര് ഒരു കത്തെഴുതി അവർക്ക് കൊടുത്തയച്ചു. ആ കത്തിന്റെ വരികൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്: മനിൽ തമസ റിളല്ലാഹി ബിസഖത്തിൻ നാസി റളിയല്ലാഹു അൻഹു വറളൻ നാസു അൻഹു വമനിൽ തമസ റിളൻ നാസി ബിസഖത്തില്ലാഹി സഖത്തല്ലാഹു അലൈഹി വഅസ്ഖത അലൈഹി നാസ്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മനുഷ്യന്റെ കോപം ആരെങ്കിലും സമ്പാദിച്ചാൽ, അള്ളാഹിന്റെ പ്രീതിയാണ് അവരാഗ്രഹിക്കുന്നത്, അള്ളാഹു പ്രീതിപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ മെനക്കെടുമ്പോൾ മനുഷ്യരുടെ കോപം സ്വാഭാവികമായിട്ട് അത് ഇഷ്ടമില്ലാത്ത ആളുകൾക്കുണ്ടാകുമല്ലോ. അങ്ങനെ ഉണ്ടായാൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടുകയും മനുഷ്യർ അവനെ തൃപ്തിപ്പെടുകയും ചെയ്യും. ഇനി അള്ളാഹുവിന്റെ കോപം അവഗണിച്ചുകൊണ്ട് മനുഷ്യന്റെ തൃപ്തിയാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹുവും അയാളെ വെറുക്കും, മനുഷ്യരും അയാളെ വെറുക്കും. ഈ ഒരു വചനമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ മുആവിയ റളിയല്ലാഹു അൻഹുവിന് അയച്ചു കൊടുത്ത ലെറ്ററിന്റെ രത്ന ചുരുക്കം. വിഗ്രഹങ്ങളെ നശീകരിക്കാൻ വേണ്ടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന കിട്ടിയ സമയത്ത് അദ്ദേഹം ഉസ്സ എന്ന് പറയുന്ന ബിംബത്തെ നശിപ്പിക്കുന്ന സമയത്ത്, അത്തരമൊരു സമയത്ത് അതിൻ്റെ വക്താക്കളായിരുന്ന ചിലർ അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. നിനക്കും അതുപോലെ നിന്നെ ഈ ദൗത്യത്തിന് ഏൽപ്പിച്ച പ്രവാചകനും ഇതിൻ്റെ കോപവും ശാപവും വന്നേക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയപ്പെടുത്തിയപ്പോൾ അതിന് മറുപടി എന്നോണം അള്ളാഹു അവതരിപ്പിച്ച ആയത്താണ് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം: അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുളിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. സൂറത്ത് സുമറിലെ 36-ാമത്തെ വചനം. ഒരു അടിമക്ക് അള്ളാഹു തന്നെ പോരെ? അള്ളാഹു എല്ലാത്തിനും മതിയായവനാണല്ലോ, പിന്നെ അവൻ എന്തിനാണ് അള്ളാഹുവിനെ പുറമെ മറ്റൊരാൾ? വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന്റെ പുറമെ അവര് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ നേർച്ച വഴിപാടുകളും ആരാധനാ കർമ്മങ്ങളും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ അവർ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വമൻ യുളിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അള്ളാഹു ആരെയെങ്കിലും പിഴവിലാക്കിയാൽ, വഴികേടിലാക്കിയാൽ അവനെ സന്മാർഗിയാക്കാൻ ലോകത്ത് പിന്നെ ഒരു ശക്തിക്കും സാധ്യമല്ല. വേറൊരാളും അതിന് യോഗ്യരായില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ഹിദായത്തൊരു മനുഷ്യന് കിട്ടിയില്ല എങ്കിൽ, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിച്ചില്ല എങ്കിൽ ഒരു കാരണവശാലും അവന്റെ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം അവന് ലഭിക്കുകയില്ല. ഇതായിരുന്നു ഈ പറഞ്ഞ ആയത്തിൽ നിന്ന് രത്ന ചുരുക്കമെന്ന് ബൈളാവിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്ത് ഇറങ്ങാനുള്ള സബബൻ നുസൂൽ തന്നെ അതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യന് 4 കാര്യങ്ങൾ, അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ: ഖുശൂ അഥവാ ഭയഭക്തി, ഖുളൂ അവന്റെ എല്ലാ ആരാധനകളുടെ സമർപ്പണം, അതുപോലെ തവക്കുൽ അവന്റെ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കൽ, അതുപോലെ തന്നെ അൽ ഖിന അള്ളാഹുവിനെ കൊണ്ട് അവന്റെ കാര്യങ്ങളെല്ലാം അവൻ ഐശ്വര്യത്തോടു കൂടി കാണുക എന്ന് പറയുന്നതെല്ലാം മനുഷ്യന് സാധിക്കുന്നത് അള്ളാഹു എന്നൊരു വിശ്വാസം അവനുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏതേത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം കേൾക്കാനും പരിഹരിക്കാനും അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന പരിപൂർണമായ ഉത്തമ വിശ്വാസം ഓരോ സത്യവിശ്വാസിയും കൈക്കൊള്ളേണ്ടതാണ്. മനുഷ്യൻ ആരാധന ചെയ്യുക എന്നത് മനുഷ്യ സഹജമായി മനുഷ്യന്റെ ഉൽപ്പത്തി മുതലുള്ളതാണ്. എന്ന് മനുഷ്യൻ ഈ ഭൂമി ലോകത്തുണ്ടായോ അന്ന് മുതൽ മനുഷ്യൻ ആരാധനകൾ ചെയ്യുന്നു. ആ ആരാധന അള്ളാഹുവിൽ മാത്രം ആകുക എന്നതാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ കർമ്മം. പല ശക്തികളെയും പല വ്യക്തികളെയും പല വസ്തുക്കളെയും ആരാധിച്ചവർ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. എങ്കിൽ പ്രവാചകന്മാരും പ്രവാചക അനുയായികളും അന്നു മുതൽ ഇന്നോളം
അള്ളാഹു അല്ലാത്ത മറ്റാരെയും ആരാധിച്ചിട്ടില്ല, ആരാധിക്കാൻ പാടില്ല. അതിൽ കണിശമായ നിലപാട് സ്വീകരിക്കലാണ് ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറയുന്നത്. ആ തൗഹീദിന് വിരുദ്ധമായ യാതൊരു കർമ്മങ്ങളോ വിശ്വാസങ്ങളോ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്ന വസ്തുത ഏവരും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം എന്നാണ് ഈ തരുണത്തിൽ ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. മനസ്സുകൊണ്ട് ചെയ്യുന്ന ആരാധന, അതാണല്ലോ നമ്മുടെ ഈമാൻ. അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫ്, ഭയം, അതുപോലെ അള്ളാഹുവിലുള്ള പ്രതീക്ഷ, റജ എന്ന് പറയുന്നത്. ശാരീരികമായി ചെയ്യുന്ന ആരാധനയാണ് നിസ്കാരം, ഹജ്ജ്, അതുപോലെ തന്നെ നോമ്പ് തുടങ്ങിയിട്ടുള്ളതെല്ലാം. സാമ്പത്തികമായ ആരാധനയാണ് സക്കാത്ത്, സ്വതക്ക, നേർച്ച പോലെയുള്ളതൊക്കെ. അത് സാമ്പത്തികമാണ്. ഇത്തരം എല്ലാ മനുഷ്യന്റെ ഏത് ആരാധനകളും ആ ആരാധനകളെല്ലാം റബ്ബിൽ മാത്രം അർപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ അള്ളാഹുവോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കർത്തവ്യവും കടമയുമാണ്. അതാണ് അള്ളാഹുവിൽ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അർപ്പിക്കുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും മക്കയിൽ നിന്നും അവസാന ഘട്ടത്തിൽ സ്വന്തം നാട് വിട്ട് എല്ലാം ഉപേക്ഷിച്ച് പലായനത്തിന് ഒരുങ്ങി പുറപ്പെട്ടപ്പോ അവർ രണ്ടുപേരും ശരിക്ക് തെക്കോട്ട് പോകേണ്ടതാണ്. അതാണ് മദീനയിലേക്കുള്ള പാത. അന്നത്തെ മരുഭൂമിയിലെ പാത അതാണ്. പക്ഷേ പിടിക്കപ്പെടും എന്ന ഭയം കൊണ്ട് നബിയും സഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വടക്കോട്ട് പോകാതെ തെക്കോട്ടാണ് അവർ മാറി സഞ്ചരിച്ചത്. 3 ദിവസത്തോളം അവര് ഒരു ഗുഹക്കകത്താണ് കഴിയേണ്ടി വന്നത്. ഗുഹാമുഖത്ത് മനുഷ്യവാസം ഇല്ലാത്ത ആ പ്രദേശത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയും കൂടി ഇറങ്ങിച്ചെന്ന് നബിയുടെ ആഗമനം പരിപൂർണമായിട്ടും അവിടെ സാധ്യമാകാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ഇറങ്ങി കഴിവിന്റെ പരമാവധി അതെല്ലാം വൃത്തിയാക്കി നബി അതിലേക്ക് വിളിച്ചു. അബൂബക്കർ സിദ്ദീഖിന്റെ മടിയിൽ തലയും വെച്ച് നബി തങ്ങൾ കിടക്കുന്ന സമയത്താണ് പുറത്ത് കാൽപെരുമാറ്റം കേൾക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുലചിത്തനായി നബിയോട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ തിരുദൂതരെ, അവർ അവരുടെ കാലുകളിലേക്ക് നോക്കിയാൽ തന്നെ നമ്മളെ അവർ കാണുകയല്ലേ? നമ്മൾ പിടിക്കപ്പെടുമ്പോ ആ സമയത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക്, അതാണ് ഒരു മുസ്ലിമിന്റെ കരുത്ത്. മാ ലന്നുക്കയാ അബൂബക്കർ, അബൂബക്കർ നിങ്ങൾ എന്താണ് ധരിക്കുന്നത്? ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ, നമ്മൾ 2 ആളുകളാണ്. ഈ 2 ആളിൽ മൂന്നാമനായി അള്ളാഹുവാണ് നമ്മോട് കൂടെ ഉള്ളത്. മൂന്നാമനായി അള്ളാഹു ഉള്ള ഈ 2 വ്യക്തികളെ കുറിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്? അള്ളാഹു നമ്മെ അങ്ങ് ശത്രുക്കളുടെ കയ്യിലേക്ക് കൊടുത്തു കളയും എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? വളരെ സമചിത്തതയോടുകൂടെ ഈമാനികമായ ധൈര്യത്തോടുകൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ വാക്ക് അയവിറക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. ഏത് ആപൽഘട്ടങ്ങൾ വരുന്ന സമയത്തും ആ ഘട്ടങ്ങളിലെല്ലാം എൻ്റെ റബ്ബ് എന്നോട് കൂടെ ഉണ്ട് എന്ന പരിപൂർണമായ ആ പ്രതീക്ഷ അത് മനുഷ്യൻ കൈവിടാൻ പാടില്ല എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകർക്ക് മുമ്പുള്ള മറ്റു അമ്പിയാക്കളുടെ ചരിത്ര പരിശോധനയ്ക്ക് നമ്മൾ തയ്യാറായാൽ വിശുദ്ധ ഖുർആനിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വളരെ പ്രചാരം ശ്രദ്ധിച്ച ചരിത്ര വസ്തുതയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. നമ്രൂദ് എന്ന് പറയുന്ന അക്രമിയായ ഭരണാധികാരി തൗഹീദിന് വേണ്ടി പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട ആ നിമിഷത്തിൽ കത്തിയാളുന്ന തീക്കുണ്ടത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മലക്ക് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് സഹായമാണോ വേണ്ടത്, റബ്ബിൻ്റെ അനുമതി പ്രകാരം അത് നിറവേറ്റാൻ അയക്കപ്പെട്ട ആളാണ് ഞാൻ. ആ സമയത്ത് അള്ളാഹുവിൽ മാത്രം അർപ്പണ ബോധമുള്ള ഈമാനിന്റെ നിറകുടമായ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്ന ഒരു വാചകമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ആ വാചകം നമുക്കെല്ലാം പാഠമാണ്. അവർ പറയുന്നത്, ഞാൻ ബരമേൽപ്പിച്ചത് റബ്ബിനാണ്, ആ റബ്ബിനേക്കാളും നല്ല ഒരാളെ എനിക്ക് പകരം പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ട് എൻ്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും, എനിക്ക് മറ്റൊരാളുടെയും സഹായം ഇപ്പോൾ ആവശ്യമില്ല. ഈ വാചകം വല്ലാത്ത ഈമാനികാവേശത്തിൻ്റെ എല്ലാ ഉന്നതികളെയും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അത്രയും ഉന്നത സ്ഥാനത്തുള്ള ഒരു വാചകമാണ്. ആ ആപൽഘട്ടങ്ങളിൽ പോലും ഒരു മലക്കിനെ കൊണ്ടുള്ള സഹായം പോലും വേണ്ടെന്ന് പറയാനും എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന
ആത്മവിശ്വാസം കൈവിട്ടു പോകാതെ അചഞ്ചലമായി നിലകൊള്ളാനും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് സാധിച്ചത് എല്ലാം എൻ്റെ റബ്ബുണ്ട് എന്ന ഉത്തമമായ വിശ്വാസമാണ്. സഹോദരങ്ങളെ, നമുക്കും ഇതാണ് വേണ്ടത്. ജീവിതത്തിൽ ദുഃഖങ്ങളാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ പിടികൂടുന്നത്. ദുഃഖങ്ങളില്ലാത്ത, ദുരാഗ്രഹങ്ങളില്ലാത്ത മനുഷ്യ പ്രകൃതിയില്ല. ഏതൊരു മനുഷ്യൻ്റെയും പ്രകൃതിയും അവൻ്റെ ഫിത്റത്തും അതിൻ്റെ തബീയത്തും എന്ന് പറയുന്നത് അവൻ്റെ പ്രകൃതിയാണ്. പ്രകൃതി ആ മനുഷ്യൻ അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ലഭിക്കാതിരിക്കുകയോ അവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കൈമോശം വന്നു പോകുകയോ ചെയ്യുന്ന സമയത്ത് ദുഃഖിതനാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വികാരമാണ്. അതുപോലെ ചില സമയങ്ങളിൽ മനുഷ്യൻ അവന് എന്ത് ലഭിച്ചാലും ലഭിക്കാത്തതിൻ്റെ പേരിൽ കിട്ടിയിട്ടില്ലാത്ത അനുഗ്രഹങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ദുരാഗ്രഹത്തോടു കൂടി നിൽക്കുന്ന മനുഷ്യരെയും സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇവരെല്ലാം ഇന്ന് മതത്തിൻ്റെ വീക്ഷണകോണിലൂടെ അല്ലാതെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവരൊക്കെ അവസാനം എത്തുന്നത് സ്വയം ഹത്യയിലേക്കാണ്. ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ, ഇഷ്ടപ്പെട്ട സ്ത്രീയെ ജീവിത പങ്കാളിയാക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ സാമ്പത്തികമായ വലിയ നഷ്ടം സംഭവിച്ചു, അതിനി വീണ്ടെടുക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ പേരിൽ, മക്കൾ ഒരു വിധത്തിലും പരിഗണിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് മാതാപിതാക്കളാൽ അവഗണിക്കപ്പെട്ട മക്കൾ, ഇങ്ങനെ സമൂഹത്തിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ആദർശത്തിൻ്റെ വക്താക്കളല്ലെങ്കിൽ അവരെ ഒരു വേള അവരുടെ മനസ്സിനെ മതിക്കുന്ന ഇത്തരം ദുരനുഭവങ്ങളിൽ അവരവസാനം കണ്ടെത്തുന്ന വഴി സ്വയം ഹത്യയാണ്. ശരീരത്തെ നശിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ താൽക്കാലികമായ ഒരു ഒളിച്ചോട്ടമാണ് അവർ സാധ്യമാക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ സത്യം മനസ്സിലാക്കിയില്ല, അള്ളാഹുവിനെ കുറിച്ച് അവർ അറിഞ്ഞില്ല. അതിൻ്റെ പേരിൽ അവർക്ക് സംഭവിച്ച അപജയമാണത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ആപൽഘട്ടം വരുമ്പോൾ എൻ്റെ റബ്ബെനിക്ക് കണക്കാക്കിയതാണിത്, റബ്ബിൻ്റെ പ്രീതിക്ക് എതിരായി ഞാനൊന്നും ചെയ്യില്ല, എൻ്റെ പ്രയാസങ്ങൾ അറിയുന്നവൻ എൻ്റെ റബ്ബാണ്, പ്രാർത്ഥന റബ്ബിനോടാണ് ചെയ്യേണ്ടത്, ഞാൻ മനമുരുകി റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ റബ്ബല്ലാതെ മറ്റാരുമില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി അവൻ പ്രാർത്ഥനാ നിരതനാകുകയും അവൻ കൂടുതൽ അള്ളാഹുവിന് ഭയഭക്തി കാണിക്കുകയും അവൻ്റെ കർമ്മങ്ങളെല്ലാം നന്നാക്കുകയും താൻ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ പേരിലാകാം ഈ പരീക്ഷണ ഘട്ടം തരണം ചെയ്യേണ്ടി വന്നത് എന്നവൻ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവൻ്റെ ജീവിതത്തെ മാറ്റാനും സൽവഴിയിലൂടെ മുമ്പോട്ട് പോകാനുമുള്ള ഒരു പ്രേരണ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ സത്യവിശ്വാസി കൈവരിക്കുമ്പോൾ, സത്യവിശ്വാസം കൈക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ ഇത്തരം കുറുക്കുവഴികൾ സ്വീകരിച്ച് അവരുടെ ആത്യന്തിക ലക്ഷ്യമായ പാരത്രിക മോക്ഷം അവർ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് സത്യവിശ്വാസിയും സത്യവിശ്വാസിയല്ലാത്തവരും തമ്മിൽ, അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നവരും അഭയം പ്രാപിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. നബിതങ്ങളുടെയും സച്ചരിതരായ സഹാബത്തിൻ്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മളെക്കാളും സാമ്പത്തിക വിഭവങ്ങൾ കുറഞ്ഞവരും ജീവിത സാഹചര്യങ്ങൾ നമ്മളെപ്പോലെ കൂടുതൽ ലഭിച്ചിട്ടില്ലാത്തവരും പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ന് വേണ്ട ഒരു നേരത്തെ ഭക്ഷണം പോലും കൃത്യമായി കഴിക്കാൻ കഴിയാതിരിക്കുകയും ധാരാളം യുദ്ധങ്ങൾ നേരിടേണ്ടി വരികയും അതോടൊപ്പം തന്നെ അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ശത്രുക്കളുടെ ധാരാളം പ്രഹരങ്ങൾ നിബിതങ്ങൾക്കും സഹാബത്തിനും അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അവരെ അപേക്ഷിച്ച് ഒരുപാട് മുമ്പിലാണ് നമ്മളുള്ളത്. പക്ഷേ മതപരമായ കാര്യങ്ങളിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, ഈമാനിൻ്റെ വിഷയത്തിൽ നാം വളരെ പിന്നിലാണ്. അതുകൊണ്ട് പിന്നിലിരിക്കുന്ന നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ കാൽപാദങ്ങൾ പിൻപറ്റി അവരുടെ മുമ്പിലേക്ക് എത്താനുള്ള വഴികൾ ചികഞ്ഞന്വേഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങൾ വരുന്ന സമയത്തും എൻ്റെ റബ്ബെന്നോട് കൂടെയുണ്ട്, ഈ ലോകത്തുള്ളതെല്ലാം നശ്വരമാണ്, വെറും കൈയോടുകൂടെ വന്നവനാണ് ഞാൻ, അതേപോലെ തിരിച്ചു പോകേണ്ടവനാണ് ഞാൻ, എനിക്കെന്ത് ലഭിച്ചോ അതെല്ലാം റബ്ബിൻ്റെ അനുഗ്രഹം മാത്രമാണ്, എൻ്റെ ആരോഗ്യം അത് റബ്ബിൻ്റെ വരദാനമാണ്,
എൻ്റെ സൗന്ദര്യം അത് റബ്ബിന്റെ അനുഗ്രഹമാണ്, എൻ്റെ സമ്പത്ത് അള്ളാഹു എനിക്ക് തന്ന പരീക്ഷണമാണ്, എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും എന്തെല്ലാം എനിക്ക് അള്ളാഹു വെച്ച് നീട്ടി തന്നോ അതെല്ലാം താൽക്കാലികമായി ഉപയോഗിച്ച് എൻ്റെ ഉപയോഗത്തിന് ശേഷം ഇവിടെ വിട്ടേച്ച് വെറും കയ്യോടെ വന്നതുപോലെ തിരിച്ചു പോകേണ്ടവനാണ് ഞാൻ എന്ന ഉത്തമ ബോധ്യം അത് ഒരു മനുഷ്യന്റെ മനസ്സിൽ കുടികൊള്ളണം. അതാണ് റബ്ബിലുള്ള നമ്മുടെ അർപ്പണം എന്ന് പറയുന്നത്. ഇതാണ് നബിതങ്ങൾ പഠിപ്പിച്ചു തന്നത്. അവിടുന്ന് ഈ ലോകത്ത് എല്ലാ അനുഗ്രഹത്തിന്റെ കാരണക്കാരാൻ, ലോകത്തിന്റെ തന്നെ അനുഗ്രഹം. അങ്ങനെയല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ തങ്ങളെ നാം റസൂലായി അയച്ചിട്ടില്ല. ആ നബിതങ്ങൾ പോലും ഈ ലോകത്ത് നിന്ന് എല്ലാം വിട്ടേച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടഭാജനങ്ങളായ സഹാബത്തിനെയും ഭാര്യമാരെയും വിട്ടേച്ചുകൊണ്ട്, അവിടുത്തെ മകളായ ഫാത്തിമയെ വിട്ടേച്ചുകൊണ്ട് പിരിഞ്ഞു പോയെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ആ വഴിയിൽ പോകേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കൈമോശം വന്നു പോകാതെ, അള്ളാഹു ആണ് എൻ്റെ അഭയസ്ഥാനം, അവനല്ലാതെ എൻ്റെ അഭയം നൽകാനില്ല, എനിക്ക് അഭയം നൽകാനില്ല, അവനല്ലാതെ എൻ്റെ പ്രാർത്ഥന കേൾക്കാനില്ല, അവനല്ലാതെ എനിക്ക് സഹായിക്കാൻ മറ്റാരുമില്ല എന്ന അർപ്പണബോധത്തോടു കൂടി യഥാർത്ഥ മുവഹിദായി, യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളായി ജീവിച്ച് ആ തൗഹീദിന്റെ കലിമ ചൊല്ലി മരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.